ഹായ് ഗൈസ്, മദർ നമ്പർക്കാറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിലവിൽ നമ്മളുടെ ജീവനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് റൂമിൽ കയറിയിട്ട് നന്നായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് എല്ലാവരുടെ അടുത്തും. അതുപോലെ ശരവണൻ്റെ അടുത്താണെങ്കിലും എല്ലാവരോടും നന്നായി ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിത്യയാണെങ്കിൽ ഹരിനോട് പറയുന്നുണ്ട്, എന്നാലും ഞാൻ ചെയ്തത് ശരിയല്ല, ഞാനൊന്ന് ജീവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ നിത്യ നടന്ന് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ജീവനാണെങ്കിൽ നന്നായി ദേഷ്യം വന്നിട്ട് നല്ലതുപോലെ അവിടെ കിടന്ന് തലയാണി പിച്ചി റൂമിലത്തെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ്, ഞാൻ ഒരാളെയും നന്നായി ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാവരെയും ഞാൻ കൊല്ലും, അമ്മൻ്റെ ആവശ്യം എന്താണ്, അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത്, അമ്മ എന്താണ് കരുതിയിരിക്കുന്നത് എന്നെ കുറിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ നമ്മുടെ സുജാതനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇങ്ങനെ പറയുക, അങ്ങനെ നമ്മുടെ വരുമ്പോൾ അങ്ങനെ കൊല്ലാമെന്നുള്ളൊരു രീതിയിൽ കൈ ഇങ്ങനെ പിടിക്കാമെന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് നമ്മുടെ നിത്യ എന്നാണ് വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതെന്താ പറയണമെന്ന്. പക്ഷേ ജീവൻ എങ്ങനെയോ നിത്യ വന്നത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയണം, അമ്മയ്ക്ക് എന്ത് പറ്റി, പെട്ടെന്ന് അത്ര നേരം ദേഷ്യത്തിലിരുന്ന ആൾ പെട്ടെന്ന് രൂപം മാറിയത് അമ്മ ഞെട്ടുകയാണ്. കാരണം നിത്യനെ അവൻ കണ്ടു, വരുന്നത് കണ്ടു, ശ്രദ്ധിച്ചു. അങ്ങനെ പിടിച്ച് അമ്മയ്ക്ക് പനിയാണോ, ശ്രദ്ധിച്ച് നടക്കണ്ടേ എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ നിത്യനെ കണ്ടിട്ട് ആ നിത്യ എപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് നിത്യനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം നമ്മുടെ വീണയ്ക്കാണെങ്കിൽ നല്ല പനിയായിട്ടിരിക്കുകയാണ്. പക്ഷേ ഹരിയും അച്ഛനും അവിടെ നിന്നിട്ട് ഇങ്ങനെ അവൾ അഭിനയിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നിത്യ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിത്യ പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും കല്യാണിനോട് സഹായിക്കാൻ പറയുകയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ പറയണത്. ഇന്നത്തെ എപ്പിസോഡിൽ ജീവനാണെങ്കിൽ നല്ലപോലെ ദേഷ്യം വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഫുൾ റിവ്യൂ ഇടുന്നതായിരിക്കും. താങ്ക് യു.